നമസ്കാരം, ലൈക്ക് ലൈവിലേക്ക് സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ അതിഥി ഡോക്ടർ കെ മൊബൈൽ നായർ, അദ്ദേഹം വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയാണ്. നമസ്കാരം സർ. സാർ, നമുക്ക് ഇതിപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ആദ്യം പോവാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ കോട്ടയാട് പണിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ വീട്ടിനുള്ളിൽ അങ്കണം പറഞ്ഞിപ്പോൾ പലരും അങ്കണമൊക്കെ പണിയും കുളം കെട്ടുന്ന അടക്കമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വീട്ടിനകത്ത് സൂര്യപ്രകാശം കടന്നു വരാൻ വേണ്ടിയിട്ട് ഈ കോട്ടയാട് പണിയുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ ഏത് സ്ഥാനത്ത് അത് പണിയണം എന്നുള്ളതാണ്. ഈ പണ്ടത്തെ 4 കെട്ട് 8 കെട്ട് അങ്ങനെയുള്ള വീടുകളിലൊക്കെ വിധിപ്രകാരം അങ്കണങ്ങളുണ്ട്. അത് ഭൗമോർജവും പ്രാപഞ്ചോർജവും കറക്റ്റായിട്ട് നിന്ന് മറ്റുള്ള എല്ലാ സ്ഥലത്തിലേക്കും വമിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ്. അതൊക്കെ വ്യക്തമായ തച്ചുശാസ്ത്രവിധപ്പെട്ട കണക്കുകളാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ചില ആൾക്കാർ തെറ്റായ രീതിയിൽ കോൺക്രീറ്റ് വീടുകൾ ചെയ്യും. എന്നിട്ട് ഈ മധ്യഭാഗം ബ്രഹ്മസ്ഥാനത്തെ കൊണ്ട് കുഴിക്കുകയും ചെയ്യും. അത് ആപത്താണ്. അങ്ങനെ ചെയ്ത വീടുകളെല്ലാം തന്നെ പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ തന്നെ മണ്ണിട്ട് മൂടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പോണതിനെക്കാട്ടി നല്ലത് നമ്മൾ അതല്ലാത്ത രീതിയിൽ ചെയ്യുന്നില്ലേ നല്ലത്. വടക്കിൻ്റെ ഭാഗത്ത് നമുക്കൊരു വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ നമുക്ക് ഇത് അങ്കണം മോഡൽ എടുക്കുന്നതിന് ഏത് തടസ്സവും ചെയ്യാം. മധ്യഭാഗം അത്രേ കുഴിക്കാം. പിന്നെ നേരത്തെ ചോദിച്ചതുപോലെ എന്താണ് ചോദിച്ചത്, ഒരു കോർട്ട്യാർഡ് വരുന്നത് സൂര്യപ്രകാശം ശരിക്കും നമ്മൾ സൂര്യപ്രകാശം കുറവുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഒരു കോർട്ട്യാർഡിൻ്റെ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് സൂര്യപ്രകാശവും എയറും വീടിനുള്ളിൽ കടത്തുന്നതിന് ഒരു നിയമ തടസ്സവുമില്ല. പിന്നെ അതിന് ചില ദിക്കുകൾക്ക് മാത്രം ചേർന്ന് നോക്കണം. മൂലകൾ ചേർക്കരുത്. ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം ചെയ്യരുത്, തെക്ക് കിഴക്കേ മൂലഭാഗം ചെയ്യരുത്, തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കേ മൂലഭാഗം ചെയ്യരുത്. വടക്ക് പടിഞ്ഞാറ് ഉണെങ്കിൽ കുഴപ്പമില്ല, വായു ഗുണമാണ് ചന്ദ്രൻ്റെ. അല്ലാതെ രീതിയിൽ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും മറ്റൊക്കെ വലിയ വലിയ ഫ്ലാറ്റുകൾ അതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് അടഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പം മണ്ണിടിച്ച് താത്തി ഒരു സൈഡ് മണ്ണ് പൊങ്ങി നിൽക്കുന്ന ഭാഗം, അവിടെയൊക്കെ സൂര്യപ്രകാശം കുറവുള്ള ഭാഗങ്ങളിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് തടസ്സമില്ല, ചെയ്യാം. പക്ഷേ ഒരേ ഒരു കാര്യം, വീടിൻ്റെ മധ്യഭാഗം ബ്രഹ്മസ്ഥാനം കുഴിക്കാതെ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കാര്യമാണ് തച്ചുശാസ്ത്രപരമായിട്ടുള്ള പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീട് പണി ചെയ്യുക. അവിടെയാണ് ഇങ്ങനെ ചെയ്യുക. പക്ഷേ അത് ഇന്നത്തെ രീതിയിൽ ചെയ്യുന്നതിന് കോടികളാവും, അല്ല ചെയ്യാൻ പറ്റില്ല. കാരണം പരിപൂർണ്ണം അവിടെ നല്ല വിദഗ്ധരായ തച്ചന്മാരെ കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. അത് അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇപ്പോഴുള്ളവരൊക്കെ ചെയ്ത എത്രത്തോളം ചിലവ് എനിക്ക് എൻ്റെ അഭിപ്രായമില്ല. അതുകൊണ്ട് വളരെ വിദഗ്ധരായ ആൾക്കാരെ കണ്ടുപിടിച്ച് നല്ല പേരുകെട്ട തച്ചന്മാർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് അങ്ങനെയെല്ലാം ആ രീതിയിൽ ചെയ്യാം. അല്ല ഇന്നത്തെ കോൺക്രീറ്റ് കെട്ടിടത്തെ കൊണ്ടിട്ടുള്ള ചില ആർക്കിടെക്ടർമാർ അവർക്കറിഞ്ഞുകൂടാ, അവർ അതിലെ പഠിച്ചില്ല, ഇവർ നിർബന്ധിക്കുമ്പോൾ വരച്ചു കൊടുക്കും, അതുപോലെ കൊണ്ട് ചെയ്തൊരു കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ പുറകെ ഓടിയിരുന്നത്, സാർ ഇങ്ങനെയാണ്, അസുഖങ്ങളാണ്, അസ്വസ്ഥയാണ്, സാമ്പത്തിക ലോസാണ്, മനസ്സമാനമില്ല, ഭാര്യാഭർത്താക്കന്മാർ യോജിക്കുന്നില്ല, ഇങ്ങനെ നിരന്തരം ഓരോ ഇഷ്യൂസ്. ഞാൻ അങ്ങനെയുള്ള വീട് ഒരുപാട് പോയി കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കറക്റ്റ് ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അത് ആപത്താണ്. നമുക്ക് ഭൗമോർജവും പ്രാപഞ്ചോർജവും ലൈറ്റിങ് എയർ പാസിങ് എന്നൊരു കണക്കുണ്ട്. അതൊരു വീടിനകത്ത് സന്തുലനാവസ്ഥ കറക്റ്റായി നിൽക്കണം. അത് സന്തുലനാവസ്ഥ കറക്റ്റ് അല്ലെങ്കിൽ വീട് എന്നും തന്നെ അസ്വസ്ഥതയാണ്, എന്നും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. കോടികൾ കൊണ്ടുവന്നിരുന്നാലും പൈസ നിൽക്കില്ല. പൈസ ഏത് വഴി പോകണമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ടെൻഷൻ, ആ വീട്ടിൽ വന്ന് കയറി നല്ല അമിതമായ ടെൻഷനായിരിക്കും. എന്ന് ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷമായിട്ട് അവർ പുറത്തു പോയ സന്തോഷം, വീട്ടിനകത്ത് നിന്ന് കീരി പാമ്പ് പോലെ നിൽക്കും. ഇതൊക്കെ എന്ന് വെച്ചാൽ അവിടെ കിട്ടുന്ന ഊർജ്ജ ലെവല് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. മക്കളുടെ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെയുള്ള വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട്. അതല്ല അവിടുത്തെ അനുകൂലമായ തരംഗങ്ങൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഊർജ്ജ നമ്മുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അത് പിതാവ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യന് കിട്ടുന്ന ഊർജ്ജ ലെവലിൻ്റെ കണക്കാണ് ഈ വീടിനെ പറ്റിയെല്ലാം നിൽക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ അന്ധവിശ്വാസങ്ങൾ ഒന്നും തന്നെ വേണ്ട. ഇതാണ് കാര്യം. അതിനെപ്പറ്റിയ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ പോലും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഊർജ്ജ ലെവൽ കറക്റ്റാക്കി ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുക. അല്ലാതെ പിന്നെ ചില ആൾക്കാർ എല്ലാം തന്നെ ശരിക്കും കാറ്റും വെളിച്ചെല്ലാം വീട്ടിലൊക്കെ വെച്ചിട്ട് കട്ടിയുള്ള കർട്ടൻ വാങ്ങിച്ചു പരിപൂർണ്ണം അടച്ചിട്ടിട്ട് ലൈറ്റ് ഇട്ട് ഉപയോഗിക്കും. ഞാൻ അവരെ പറ്റി എന്താ പറയുക? വീട് ഉണരണം എന്നൊരു ചടങ്ങുണ്ട്. വീട് രാവിലെ ആയാൽ ചുറ്റുള്ള വിൻഡോസ് ആയിരുന്ന ഡോറ് തുറന്നിട്ട് പുറമേയുള്ള ഇളം കാറ്റും സൂര്യപ്രകാശം അകത്തേക്ക് കടത്തണം കുറച്ച് സമയമെങ്കിലും.
അങ്ങനെ ചെയ്യാത്ത വീടുകൾക്ക് എന്നും പ്രശ്നങ്ങളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടെ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നിലയിൽ ഒരു വീട് വെച്ച് ഒരു ലേഡിയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ നിലയിൽ സിറ്റ് ഔട്ട് ഇല്ല, വടക്ക് കിഴക്കേ ഭാഗം അടഞ്ഞാണ് ഇരിക്കുന്നത്, എന്തെങ്കിലും ദോഷമുണ്ടോ? സാധാരണ വടക്ക് കിഴക്ക് ഭാഗം എന്ന് വെച്ചാൽ ഈശാന കോണാണ്, അതായത് വേഴമണ്ഡലമാണ്. അത് ഏറ്റവും കൂടുതൽ ആൻറ്റിൻ്റെ പോലെ ഊർജ്ജ ലെവൽ കൂടുതൽ വരുന്ന ഭാഗമാണ്. അവിടെ ഒരിക്കലും തന്നെ നമ്മൾ ഒരുപക്ഷെ ഒരു റൂമായിട്ട് വരികയാണെങ്കിൽ അവിടെ ആവശ്യത്തിൽ അധികമാണെങ്കിൽ നമുക്ക് വിൻഡോസ് കൊടുത്താൽ അത്രയും നല്ലതാണ്. കഴിയുമെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം രണ്ടാമത്തെ നില കെട്ടുമ്പോൾ ഒരു ഓപ്പൺ ബാൽക്കണി ആക്കി എടുക്കുക. ഒരു ഓപ്പൺ ബാൽക്കണി എടുത്താൽ വീടിന് സർവ്വ ഐശ്വര്യം കിട്ടും. അപ്പോൾ ഓപ്പണായി നിന്നോട്ടെ, ഏറ്റവും നല്ലതാണ്. അപ്പോൾ സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഒരു മുറിയായിട്ട് മാറുകയാണെങ്കിൽ ആ മുറി തന്നെ പ്രായമുള്ള ആൾക്കാരായാലും തന്നെ രണ്ടാമത്തെ നിലയിൽ കയറിപ്പോകാൻ അവർ മടിക്കും, പഠിക്കട്ടെല്ലാം കയറിപ്പോകാൻ മടി. താഴെ അവർക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ ചിലപ്പോൾ താഴെ അവർക്ക് കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഇപ്പോൾ ചിലപ്പോൾ ആടുകള ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ചെയ്യേണ്ടി എന്തെങ്കിലും കാര്യം അവർക്ക് ആ മുറി കൊടുക്കാൻ വയ്യാത്ത സാധിക്കും. ഈ രണ്ടാമത്തെ നിലയിൽ ഇപ്പോൾ എല്ലാവർക്കും തന്നെ മുട്ടുവേദന കാലുവേദന എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ വടക്കിഴക്കേ മൂലഭാഗത്ത് നമുക്കൊരു ബാൽക്കണി കൊടുക്കുന്നത് നല്ലതാണ്. ബാൽക്കണിയിൽ ചെന്നിരിക്കാമല്ലോ, രാത്രിയായിരുന്നാലും രാത്രി നമ്മളെ സ്വന്തം വീട്ടിൽ തണുത്ത കാറ്റെല്ലാം കിട്ടും. എവിടെ ആയിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും വടക്കിഴക്കേ ഭാഗം നമുക്ക് ബാൽക്കണിയായിട്ട് ഡിസൈൻ ചെയ്യണത് ഏറ്റവും നല്ലതാണ്. തീർച്ചയായും. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. ഈ നമ്മുടെ നമ്പറിൽ കൃത്യമായി നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് കിട്ടും. കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ബെല്ലൈക്കൺ അമർത്തുക. കമൻറ്റ് ബോക്സ് കൃത്യമായി കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ കൃത്യമായി മറുപടി പറയണം. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വളരെ ടൈറ്റായിട്ട് തന്നെ പോകുന്നത്. നമുക്ക് ഓരോരോ എപ്പിസോഡ് നിങ്ങൾ കൃത്യമായി കാണുക, മുടങ്ങാതെ കാണുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും